അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിജ്ഞാന സമ്പാദനം അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ഏറെ പ്രോത്സാഹിപ്പിക്കുകയും പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നതുമായ കർമ്മമാണ്. അറിവ്, ആരാധന, ഈ രണ്ട് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആരാധന ചെയ്യുന്നതിനേക്കാൾ ഉപരി അറിവ് ആർജിക്കുന്നതിനാണ് ഇസ്ലാം പ്രാധാന്യം നൽകുന്നത്. ഖുർആൻ സൂറത്ത് മുഹമ്മദ് എന്ന അധ്യായത്തിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക് എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രമുഖ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് ഇൽമിനെ പറഞ്ഞതിൻ്റെ ശേഷമാണ് അമലിനെ പറഞ്ഞത് എന്നാണ്. അഥവാ അറിവില്ലാത്ത ആരാധന അർത്ഥശൂന്യമായതുകൊണ്ട് അറിവ് സമ്പാദിച്ചുകൊണ്ടുള്ള ആരാധനയാണ് അറിവില്ലാത്ത ആരാധനകളേക്കാൾ പ്രതിഫലാർഹവും സ്വീകാര്യ യോഗ്യവും എന്ന് തഫ്സീറുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. വിജ്ഞാന സമ്പാദനം സമ്പൽ സമ്പാദനത്തേക്കാൾ പ്രാമുഖ്യമേറിയ കർമ്മമാണ്. സമ്പത്ത് ആർജിച്ചവന് ഉള്ളതിനേക്കാൾ വലിയ ഔന്നിത്യവും നിതാന്ത സംരക്ഷണവും അറിവ് സമ്പാദിച്ച പണ്ഡിതന് ലഭ്യമാകുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു വിജ്ഞാനത്തെയും സമ്പാദ്യത്തെയും താരതമ്യം ചെയ്തിട്ട് കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്നത്, വിജ്ഞാനം എന്നുള്ളത് ലോകത്തുള്ള എല്ലാ സമ്പാദ്യത്തേക്കാൾ വലിയ സമ്പാദ്യമാണ്. മലയാള ഭാഷയിൽ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സമ്പത്തിനേക്കാൾ വിദ്യക്ക് പ്രാധാന്യമുണ്ടായത് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വിജ്ഞാനം, വിവരം എന്നുള്ളത് എന്നും നമ്മുടെ സെക്യൂരിറ്റിയാണ്, നമ്മുടെ സംരക്ഷകനാണ്. സമ്പാദ്യം എന്നതിന് നമ്മൾ കാവൽ നിൽക്കേണ്ടി വരുമ്പോൾ വിവരം നമുക്ക് കാവൽ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അറിവ് മറ്റൊരാളിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നത് വഴി അതിന് ആധിക്യമുണ്ടാകുന്നു. സമ്പാദ്യം അത് കൊടുക്കും തോറും നമ്മിൽ നിന്ന് അതിന് ധർമ്മത്തിൻ്റെ പരിവേഷമില്ലാതാകുമ്പോൾ പ്രത്യേകിച്ചും നമ്മിൽ നിന്നത് ശുഷ്കമായിത്തീരുന്നു. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും എന്ന് കവി പറഞ്ഞതിൻ്റെ ആശയാഖ്യാനത്തിൻ്റെ ചെറിയ രൂപം ഇങ്ങനെയാണ്. നമുക്കത് കൊടുക്കും തോറും ഏറിക്കൊണ്ടിരിക്കും. വിവരമാകുമ്പോൾ, സമ്പാദ്യമാകുമ്പോൾ കൊടുക്കും തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ചുരുക്കത്തിൽ വിവരം എന്നുള്ളത് വളരെ പ്രധാനമേറിയ ഒരു കർമ്മമാണ്. അത് ആർജിക്കുന്ന സന്ദർഭത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, പ്രധാനമായി 6 കാര്യങ്ങൾ അറിവ് ആർജിക്കുന്നവനുണ്ടാവണമെന്നാണ്. 1 ബുദ്ധി, 2 ആഗ്രഹം എന്നല്ല അത്യാഗ്രഹം, 3 ക്ഷമ, 4 ഒരു ഉസ്താദിൻ്റെ കൃത്യമായ രീതിയിലുള്ള ഗൈഡൻസ്, 5 ദീർഘകാലം, 6 ജീവിത ഉപാധി. ഈ പറയപ്പെട്ട കാര്യങ്ങളുള്ളവനാണ്
ഇൽമ് നേടാൻ സാധിക്കുക. ഇവകൾ കൊണ്ടാണ് ഇൽമ് പഠിക്കാൻ സാധിക്കുക. കൂട്ടത്തിൽ ഒരു അധ്യാപകൻ്റെ ഗൈഡൻസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഗുരുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാവുന്ന ഇർഷാദ് എന്ന് പറയാവുന്ന വഴി കാണിക്കുക എന്നുള്ള ആ വഴിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അറിവ് ഉപകാരപ്രദമാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അറിവ് ഉപകാരപ്രദമായി ലഭ്യമാകുന്നതിൻ്റെ പ്രധാന സോഴ്സ്, പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത് തൻ്റെ ഗുരുവിനോട് കാണിക്കുന്ന സ്നേഹവും ആദരവും ബഹുമാനവും സാമീപ്യവും ഒക്കെയാണ്. ബഹുമാനവും സ്നേഹവും എന്നൊക്കെ പറഞ്ഞാൽ തൻ്റെ പ്രകടനപരമായ പ്രകടനപരതകൾക്കപ്പുറം ആത്മാർത്ഥമായ, അതിലുപരി ആത്മീയമായ ബന്ധത്തെ നിതാന്തമായി കെട്ടുപോവാതെ ഒരു നിത്യ ശോഭയോടെ കത്തുന്ന ഒരു പ്രകാശം പോലെ പ്രകാശിപ്പിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് എന്നും സാധ്യമാവണം. ആ നിലക്ക് ചിന്തിക്കാൻ നമുക്ക് തൗഫീക്ക് ലഭ്യമാവട്ടെ.